രണ്ടാം ലോക യുദ്ധത്തിന് ശേഷം തീവ്ര വലതുപക്ഷം ജർമ്മനിയിൽ പിടിമുറുക്കുന്നു. നിലവിൽ നടന്ന ഫെഡറൽ തെരഞ്ഞെടുപ്പിൽ 20.8% വോട്ട് നേടി ഓൾട്ടർനേറ്റീവ് ഫോർ ജർമ്മനി അഥവാ AfD രണ്ടാം സ്ഥാനത്തെത്തിയിരിക്കുകയാണ്. പഴയ സോവിയറ്റ് യൂണിയന്റെ ഭാഗമായിരുന്ന കിഴക്കൻ ജർമ്മനിയിലാണ് AfDയുടെ ശക്തികേന്ദ്രം എന്നതാണ് ഏറ്റവും ശ്രദ്ധേയം. കമ്മ്യൂണിസം നിലനിന്നിരുന്ന രാജ്യം ജർമ്മനിയോട് കൂട്ടിച്ചേർക്കപ്പെട്ട് കേവലം 3.5 ദശാബ്ദങ്ങൾക്കിപ്പുറം തീവ്ര വലതുപക്ഷത്തേക്ക് ചാഞ്ഞതിന്റെ പിന്നിലുള്ള രാഷ്ട്രീയ കാരണമാണ് എല്ലാവരും അന്വേഷിക്കുന്നത്. യൂറോപ്പിലാകെ തീവ്ര വലതുപക്ഷത്തിന്റെ ഉദയത്തിനാണ് കഴിഞ്ഞ കുറച്ച് വർഷങ്ങൾ സാക്ഷിയായത്. ഇറ്റലിയിലും നെതർലാൻഡ്സിലും എന്തിനധികം യൂറോപ്യൻ യൂണിയന്റെയും ഫ്രാൻസിന്റെയും തെരഞ്ഞെടുപ്പിലുമെല്ലാം തീവ്ര വലതുപക്ഷത്തിന്റെ വളർച്ച ലോകം കണ്ടതാണ്. ജർമ്മനിയുടെ കാര്യമെടുത്താൽ 2023 2 സംസ്ഥാനങ്ങളിലേക്ക് നടന്ന തെരഞ്ഞെടുപ്പിലാണ് ജർമ്മനിയിൽ തീവ്ര വലതുപക്ഷം ഏറ്റവും വലിയ ഒറ്റക്കക്ഷിയായി ഉയരുന്നത്. തുറിങ്കിയയിൽ 32.8% വോട്ടാണ് അന്ന് ഓൾട്ടർനേറ്റീവ് ഫോർ ജർമ്മനിക്ക് ലഭിച്ചത്. സാക്സോണിയയിൽ രണ്ടാമതുള്ള പാർട്ടി അവിടെ 30.6% വോട്ടർമാരുടെ പിന്തുണയും കരസ്ഥമാക്കിയിരുന്നു. അന്നു തന്നെ പുറത്തു വന്ന സർവേ ഫലങ്ങൾ ഫെഡറൽ തെരഞ്ഞെടുപ്പിലെ AfDയുടെ മുന്നേറ്റവും പ്രവചിച്ചിരുന്നു. കിഴക്ക് പടിഞ്ഞാറ് ജർമ്മനി തമ്മിലുള്ള ആഴത്തിലുള്ള വിഭജനത്തെ എടുത്തു കാണിക്കുന്നതാണ് തെരഞ്ഞെടുപ്പ് ഫലമെന്നാണ് വിശകലന വിദഗ്ധർ പറയുന്നത്. 1990 കിഴക്കൻ ജർമ്മനി പടിഞ്ഞാറൻ ജർമ്മനിയോട് കൂട്ടിച്ചേർക്കപ്പെട്ടെങ്കിലും സാമ്പത്തികമായും സാമൂഹികമായും നിലനിൽക്കുന്ന അന്തരമാണ് അതിനുള്ള കാരണമെന്നും വിദഗ്ധർ അഭിപ്രായപ്പെടുന്നു. ജനാധിപത്യത്തിന് ഭീഷണി എന്ന് കരുതപ്പെട്ടിരുന്ന പാർട്ടിയാണ് 2013 സ്ഥാപിതമായ ഓൾട്ടർനേറ്റീവ് ഫോർ ജർമ്മനി. ആഞ്ചല മെർക്കലിന്റെ ക്രിസ്ത്യൻ ഡെമോക്രാറ്റിക് യൂണിയന്റെ ഭാഗമായിരുന്ന ഒരു കൂട്ടം യാഥാസ്ഥിതിക നേതാക്കളായിരുന്നു AfDയുടെ രൂപീകരണത്തിന് പിന്നിൽ. വലത്തുനിന്ന് മധ്യപക്ഷത്തേക്കുള്ള CDUവിന്റെ ചുവടുമാറ്റത്തിന്റെ പശ്ചാത്തലത്തിലായിരുന്നു AfDയുടെ പിറവി. മെർക്കലിന്റെ ഭരണകാലത്ത് അറബ് രാജ്യങ്ങളിൽ നിന്ന് പ്രത്യേകിച്ച് യുദ്ധബാധിതമായ സിറിയയിൽ നിന്നുള്ള 8 ലക്ഷത്തോളം അഭയാർത്ഥികൾക്ക് ജർമ്മനിയുടെ വാതിൽ തുറന്നു കൊടുക്കപ്പെട്ടു. ഈ അവസരത്തെയാണ് പ്രധാനമായും AfD ഉപയോഗപ്പെടുത്തിയത്. തുടക്കത്തിൽ യൂറോപ്പ് വിരുദ്ധ അജണ്ടയിൽ ശ്രദ്ധ കേന്ദ്രീകരിച്ചിരുന്ന പാർട്ടിക്ക് ക്രമേണയാണ് തീവ്ര വലതുപക്ഷ സ്വഭാവം കൈവരുന്നത്. കടുത്ത കുടിയേറ്റ വിരുദ്ധത, സെമിറ്റിക് വിരുദ്ധത, സെനോഫോബിയ, ഇസ്ലാമോഫോബിയ, വംശീയബോധം എന്നിവയിലേക്ക് പാർട്ടി അടിസ്ഥാനപ്പെടുത്തി. ഇസ്ലാം ജർമ്മനിയുടെ ഭാഗമല്ല, അവർ സമൂഹത്തിനും രാജ്യത്തിനും അപകടമാണ് എന്നായിരുന്നു 2017 AfDയുടെ പ്രകടന പത്രിക. 2017 തെരഞ്ഞെടുപ്പിൽ ആ തന്ത്രം വിജയം കാണുകയും ചെയ്തു. 2013 ഫെഡറൽ തെരഞ്ഞെടുപ്പിൽ 4.7% വോട്ടായിരുന്നുവെങ്കിൽ 2017 അത് 12.6% എന്ന നിലയിലേക്ക് വർദ്ധിച്ചു. AfDയുടെ ജനപ്രീതി വർദ്ധിച്ചതോടെ അഭയാർത്ഥികളെ ലക്ഷ്യമിട്ടുള്ള വിദ്വേഷ കുറ്റകൃത്യങ്ങൾക്കും ജർമ്മനിയിൽ വർധനവുണ്ടായി. ജർമ്മനിയുടെ സുരക്ഷാ സേനകളുടെ കണക്ക് പ്രകാരം 2023 മാത്രം ജർമ്മനിയിൽ അരങ്ങേറിയത് 25,660 വിദ്വേഷ കുറ്റകൃത്യങ്ങളായിരുന്നു. ഒരു ദിവസം ശരാശരി 70 എണ്ണം എന്ന് പറഞ്ഞാൽ അതിന്റെ ഭീകരത എത്രത്തോളം എന്ന് പെട്ടെന്ന് മനസ്സിലാക്കാനാകും. 2020 ഫെബ്രുവരിയിൽ നടന്ന തീവ്ര വലതുപക്ഷക്കാരനായ ഒരാൾ നടത്തിയ ആക്രമണത്തിൽ 11 പേർ കൊല്ലപ്പെട്ടതായിരുന്നു ഏറ്റവും മാരകമായ ആക്രമണം. ഹിറ്റ്ലറിന്റെ കീഴിൽ നടന്ന ജൂത കൂട്ടക്കൊലയെ പോലും ന്യായീകരിക്കുന്ന സംഭവങ്ങൾ പോലും റിപ്പോർട്ട് ചെയ്യപ്പെട്ടിരുന്നു. AfD തീവ്രവാദ പാർട്ടിയാണെന്നും ജർമ്മനിക്ക് അപകടമാണെന്നുമായിരുന്നു ആഭ്യന്തര സുരക്ഷാ സേനയുടെയും വിലയിരുത്തൽ. സാക്സണി, ബ്രാൻഡ്ബർഗ്, തുരിങ്കിയ തുടങ്ങിയ കിഴക്കൻ ജർമ്മനിയിലെ സംസ്ഥാനങ്ങളിലാണ് പടിഞ്ഞാറൻ പ്രവിശ്യകളുമായി താരതമ്യം ചെയ്യുമ്പോൾ AfDക്ക് ഏറ്റവും കൂടുതൽ വേരോട്ടമുണ്ടാക്കാൻ സാധിച്ചിരുന്നത്. പടിഞ്ഞാറൻ സംസ്ഥാനങ്ങളെ അപേക്ഷിച്ച് ഏകദേശം ഇരട്ടിയിലധികം വോട്ടാണ് കിഴക്കൻ ജർമ്മനിയിൽ AfDക്ക് ലഭിച്ചത്. ഏകീകരണാനന്തര ജർമ്മനിയിൽ പടിഞ്ഞാറൻ പ്രവിശ്യകൾക്ക് ലഭിച്ചിരുന്ന സാമ്പത്തിക അഭിവൃദ്ധി കിഴക്കൻ ജർമ്മനിക്ക് ലഭിക്കാത്തതായിരുന്നു അതിനുള്ള പ്രധാന കാരണം. സർക്കാർ വഞ്ചിച്ചു എന്ന തോന്നൽ കിഴക്കൻ ജർമ്മനിയിൽ വ്യാപകമായിരുന്നു. ഒപ്പം മെർക്കലിന്റെ നേതൃത്വത്തിൽ അഭയാർത്ഥികളെ സ്വീകരിച്ചതോടെ തങ്ങൾക്ക് ലഭിക്കേണ്ട ജോലിയും ആനുകൂല്യങ്ങളും എല്ലാം വിദേശികൾ തട്ടിയെടുക്കുന്നു എന്ന തോന്നലും സജീവമായിരുന്നു. ഈ അവസരത്തെ ഇന്ധനമാക്കിയാണ് AfD വളർന്നത്. കിഴക്കൻ ജർമ്മനിയിലെ പൗരന്മാരെ രണ്ടാംകിട പൗരന്മാരായി കണക്കാക്കുന്നതിനെതിരെയുള്ള പ്രതികാരമാണ് തീവ്ര വലതുപക്ഷത്തിന്റെ തെരഞ്ഞെടുപ്പ് എന്നായിരുന്നു യൂറോപ്യൻ കൗൺസിൽ ഓൺ ഫോറിൻ റിലേഷൻസിലെ പോളിസി ഫെലോ റാഫേൽ ലോസ് ഇക്കഴിഞ്ഞ സെപ്റ്റംബറിൽ അഭിപ്രായപ്പെട്ടത്. കിഴക്ക് പടിഞ്ഞാറ് ജർമ്മനിയുമായുള്ള സാമ്പത്തിക അസമത്വത്തിന്റെ വിടവ് കഴിഞ്ഞ കാലങ്ങളിൽ കുറഞ്ഞു വന്നിരുന്നുവെങ്കിലും പ്രശ്നങ്ങൾ അവസാനിച്ചിരുന്നില്ല. പടിഞ്ഞാറൻ ജർമ്മൻകാരുടെ സ്വകാര്യ സമ്പത്തിന്റെ പകുതി മാത്രമേ കിഴക്കുള്ളവർക്കുള്ളൂ എന്നാണ് കണക്ക്. അതുപോലെ പെൻഷൻ, ഇൻഷുറൻസ്, വരുമാനം എന്നിവയെല്ലാം പടിഞ്ഞാറൻ ജർമ്മനിയിൽ താരതമ്യേന അധികമാണ്. കിഴക്കുനിന്ന് പടിഞ്ഞാറേക്കുള്ള വലിയ ആഭ്യന്തര കുടിയേറ്റത്തിനും ഇത് കാരണമായിരുന്നു. തീവ്ര വലതുപക്ഷക്കാരായ മറ്റു പാർട്ടികളെ പോലെ കിഴക്കൻ ജർമ്മൻ പൗരന്മാരുടെ സാമ്പത്തിക അരക്ഷിതാവസ്ഥയായിരുന്നു AfDയും മുതലെടുത്തത്. യൂറോപ്പിലെ ജനാധിപത്യ വിശ്വാസികളെ മുഴുവൻ ആശങ്കയിലാക്കുന്ന AfDയുടെ ജർമ്മനിയിലെ വലിയ മുന്നേറ്റം അതിന്റെ പ്രതിഫലനമാണ്.